CPM ഒരാൾ പോയാലും സാബു ജോർജ് മുന്നണി വിട്ടിട്ടില്ല. സ്ഥാനാർത്ഥികൾ മാറി മാറി അവസാനം വളരെ ചെറിയ അനിയൻ്റെ പ്രായമുള്ള ഞാൻ വരെ സ്ഥാനാർത്ഥിയായി. നിങ്ങൾ ഒരു പരിഭവമില്ലാതെ എൻ്റെ ഒപ്പം നടന്നു. അന്ന് തുടങ്ങിയ ബന്ധമാണ് ശിവൻകുട്ടിയായിട്ട്. ശിവൻകുട്ടി ഒരു ടെററായിരുന്നു. പക്ഷെ അത് കാണാൻ പോലും ഇവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. അവിടെ കയറ്റൂലായിരുന്നു അവരെ. വീടില്ലാത്തവൻ്റെ പ്രയാസം മനസ്സിലാവില്ല. അത് അവന് കിട്ടുന്ന വീട് അത് സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണെങ്കിലും അതിൻ്റെ മുമ്പിൽ അത് ആരോ ദാനം തന്നതാണെന്ന് എഴുതി വയ്ക്കാൻ പറ്റില്ല. ഞാൻ 9 വീട് വാടകയ്ക്ക് മാറിയിട്ടുണ്ടെങ്കിൽ എന്താ നിനക്ക് സ്വന്തം വീടില്ലെന്ന് ചോദിച്ചു. കാര്യം ഇല്ലാത്തവൻ്റെ വേദന ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ. അതിനെനിക്ക് എൻ്റെ ഒരു ശക്തി എൻ്റെ അമ്മയായിരുന്നു. എന്താ പറയണ, വലിയ തലപ്പൊക്കമുള്ള ആളുകൾ ഇരിക്കുമ്പോഴാണ് സാബു ജോർജ് ഡെപ്യൂട്ടി മേയറായിട്ട് ഇരിക്കുന്നത്. ഒരു അസ്വസ്ഥതയില്ലാതെ നിങ്ങളെ അവരും അംഗീകരിച്ചു, നിങ്ങൾ അവരോട് ബഹുമാനപൂർവ്വം തന്നെ പെരുമാറി എന്നുള്ളതായിരുന്നു ആ കൗൺസിലിൻ്റെ മെച്ചമെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അതിൻ്റെയാണ് ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ എനിക്ക് പാർട്ടിയും മുന്നണിയും ചുമതല ഏൽപ്പിച്ചതെല്ലാം ഒരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടി ചെയ്യാനാണ്. ഒരിക്കലും ഞാൻ എന്നുള്ള രീതിയിലേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരോടും ആലോചിച്ച് അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നല്ല ഒരു അനിയനായിട്ട് അവരെല്ലാവരും എന്നെ കണ്ടതുകൊണ്ടാണ്. സത്യത്തിൽ AP അന്ന് എനിക്ക് 1 വർഷത്തേക്കാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം തന്നത്. ഒരു വർഷം അത് 5 ആയി. 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി അടുത്ത് ചെന്ന് എനിക്ക് 2 വർഷമായില്ലേ, എന്നെ ഒന്നും ഒഴിവാക്കാൻ പാടില്ല എന്ന് ചോദിച്ച്. AP പറഞ്ഞ് അങ്ങനത്തെ ഒരു തീരുമാനമില്ല, തുടരാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചേക്കണത്. ഞാൻ പറഞ്ഞു എൻ്റെ പാർട്ടിയിൽ ഇനിയും മറ്റുള്ളവരുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് വേണ്ട, ടോമി പുരക്കലുണ്ട്, ഹംസൊക്കെ ഉണ്ട്, ലിൻഡ ജോസഫ് ഉണ്ട്. എൻ്റെ പാർട്ടിക്ക് തന്നെ അന്ന് 4 കൗൺസിലേഴ്സ് ഉണ്ട്. പക്ഷേ ആ 2 വർഷം പിന്നെ 3 വർഷമായി. 5 വർഷം പൂർത്തിയാക്കിയതിന് ശേഷമാണ് പിന്നീട് അവിടെ നിന്ന്. ഇത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ പ്രസക്തമാണ്. കാരണം ഒരു സ്ഥാനം നമ്മളെ ഏറ്റിട്ട് അത് എനിക്ക് ഈ അനുഭവം തന്നെ നിങ്ങളുടെ പാർട്ടിയിലെ നമ്മുടെ ഷീബാലാലിൽ നിന്നുണ്ടായിട്ടുണ്ട്, അറിയാലോ. പലപ്പോഴും നമ്മൾ അങ്ങോട്ട് പറയാതെ തന്നെ ഞാൻ ഒഴിയാം എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു സ്വയം ആ സ്ഥാനങ്ങൾ ഒഴിയാനും LDFിൽ തന്നെ തുടരാനും സാബു ജോർജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങ് ഒരു സ്ഥലത്തും പോയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഡെപ്യൂട്ടി മേയർഷിപ്പ് കഴിഞ്ഞ് അസംബ്ലി കിട്ടിയില്ല എന്നാൽ ഞാൻ പോയി കോൺഗ്രസ് ചേരുന്നു എന്ന് അങ്ങ് അതെന്താണത്? ഒരു സ്ഥലത്തും LDF എന്ന് എനിക്ക് തോന്നുന്നത് CPM ഒരാൾ പോയാലും സാബു ജോർജ് മുന്നണി വിട്ടിട്ടില്ല. സ്ഥാനാർത്ഥികൾ മാറി മാറി അവസാനം വളരെ ചെറിയ അനിയൻ്റെ പ്രായമുള്ള ഞാൻ വരെ സ്ഥാനാർത്ഥിയായി. നിങ്ങൾ ഒരു പരിഭവമില്ലാതെ എൻ്റെ ഒപ്പം നടന്നു. അപ്പോൾ എങ്ങനെയാണത് ഞാനത് അറിയാനാ, എന്തുകൊണ്ടാണ് അങ്ങേക്കൊരു ആശയക്കുഴപ്പം അതിലില്ലാതിരുന്നത് രാഷ്ട്രീയത്തിൽ? പാർട്ടിയോട് എനിക്കൊരു ഭയങ്കര വിശ്വാസമായിരുന്നു. കാരണം ഞാൻ SFIയിൽ ശരിക്കും SFIക്കാരനാകേണ്ട ഒരു വ്യക്തിയാണ്, SFIയുടെ സമ്മേളനത്തിലൊക്കെ. പക്ഷെ എന്നാലും ഞാൻ അന്നത്തെ വിദ്യാർത്ഥി ജനതാ രാഷ്ട്രീയത്തിൽ വന്ന്. പക്ഷേ സെൻറ്റ് പോൾസ് കോളേജിൽ ഞാൻ 1-ാം വർഷം പഠിക്കുമ്പോൾ കൗൺസിലറായി, യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കൗൺസിലറായി. അന്ന് കൗൺസിലറായിട്ട് അന്ന് കേരള യൂണിവേഴ്സിറ്റിയാണ്. അന്ന് ഞാൻ എന്നോട് ആലോചിക്കാതെ തന്നെ അന്ന് SFI എന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാക്കി. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ അന്ന് ഒറ്റ യൂണിവേഴ്സിറ്റി, അന്ന് ഗാന്ധി ഒന്നുമില്ല, കാലിക്കറ്റ്. ഫസ്റ്റ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സെൻറ്റ് പോൾസിലെ കൗൺസിലറാകുന്നു. ഞാൻ അന്ന് SFI മുന്നണി പാനലിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. അന്ന് ശിവൻകുട്ടിയാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ സെക്രട്ടറി. അന്ന് തുടങ്ങിയ ബന്ധമാണ് ശിവൻകുട്ടി ഒരു ടെററായിരുന്നു. അതെ, ശിവൻകുട്ടി അണ്ണം വരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് SFI സംസ്ഥാന നമ്മളിപ്പോഴത്തെ കാലത്ത് എല്ലാവരും സുരേഷ് കുറുപ്പിൻ്റെ പേര്, സുരേഷ് കുറുപ്പ് വളരെ സൗമ്യമായിരുന്നു. പക്ഷെ SFI എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലും പഴയ കാലം പറയുന്നത് ഞാനെപ്പോഴും ശിവൻകുട്ടി സാറിനോട് ഒരുമിച്ച് വണ്ടിയിരുന്ന് പിന്നീട് ഒരുമിച്ച് പോകുമ്പോഴൊക്കെ പറയാറുണ്ട്, ശിവൻകുട്ടിയായിരുന്നു അന്നത്തെ താരം. അന്ന് TV ഇല്ലല്ലോ, പക്ഷെ പത്രങ്ങളിൽ പോലും കേരളത്തെ മുഴുവനും സ്തംഭിപ്പിക്കാവുന്ന ഒരുപക്ഷെ വിദ്യാർത്ഥി നേതാക്കന്മാരിൽ ശിവൻകുട്ടിയുടെ പേര്, അല്ലേ? ഉമ്മൻചാണ്ടി KSU എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ശിവൻകുട്ടി. അതേനും ഉള്ളൂർ പഞ്ചായത്ത്. അപ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ യുവജനോത്സവമൊക്കെ നടക്കുന്ന കാലമാണല്ലോ. അപ്പോൾ ഇപ്പോൾ കുട്ടികളിങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ AKG സെൻറ്ററിൽ നിന്നാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മിക്കവരും എന്നെ വിളിച്ചിട്ട് വിഷ് ചെയ്യുന്നതാണ്. അപ്പോഴാണ് ഞാൻ അറിയണത് SFIക്കാരുടെ മിക്കവരുടെയും പാനലിൽ നമ്പർ 1 ആയിട്ട് എൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നല്ല ഭൂരിപക്ഷത്തിന് അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ജയിച്ച്. അന്ന് AKG സെൻറ്ററിന് മുമ്പിൽ നിന്ന് SFI അല്ലാത്ത ASF പോലും ഇല്ല, ഒരു വിദ്യാർത്ഥി ജീവനക്കാരനാണ് മാലയിട്ട്
ആ സമയത്ത് പ്രകടനം നടത്തിക്കൊണ്ട് പോയത്. അപ്പോൾ എനിക്കും ഇപ്പോഴത്തെ ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ്, സാബു ജോർജും CPM തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് ഇന്നും ഇന്നലെയൊന്നും അല്ല. ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അല്ലേ, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി അതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമായി തുടങ്ങിയ ഒരു ദൃഢമായ ബന്ധമല്ല, അത് ഡെപ്യൂട്ടി മേയറായപ്പോൾ തുടങ്ങിയ ബന്ധമല്ല, അതിന് മുമ്പാണ്. ഈ വിദ്യാർത്ഥി ജനത തീരുമാനിക്കാൻ കാര്യം എന്താ? അത് അടിയന്തരാവസ്ഥയായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് തമ്പാൻ തോമസ് സാർ അങ്ങനെ നഗരത്തിലുള്ള സെൻറ്റ് ആൽബർട്ട്സ് സ്കൂളിൽ പഠിക്കുമ്പോൾ എവിടെ നോക്കിയാലും അടിയന്തരാവസ്ഥക്കെതിരെയുള്ള സമരം. പക്ഷേ അന്ന് നമ്മുടെ CPM-നേക്കാളും ജനതാ പാർട്ടിയുടെ ഒരു വലിയൊരു ആവേശം ആരവവും അന്ന് SCS മേനോൻ തമ്പാൻ. അപ്പോൾ എവിടെ യൂണിയൻ നിങ്ങളായിരുന്നു? അതായിരുന്നു. പിന്നെ വിദ്യാർത്ഥി യുവജന വിഭാഗത്തിലും ഞങ്ങൾ അങ്ങനെ പ്രവർത്തിച്ച് ഞങ്ങളുടെ ബഹുജന സംഘടനകളൊക്കെ പിന്നെയാണല്ലോ, കാരണം വന്നത് 64 പിളർപ്പും കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെയാണല്ലോ TU ഫ്രണ്ടിലൊക്കെ കയറി വന്നത്. അപ്പോൾ അന്ന് വിദ്യാർത്ഥി ജനത മിക്കവാറും ക്യാമ്പസുകളിൽ എല്ലായിടത്തും ഉണ്ട്. സിറ്റിയിലുള്ള എല്ലാ കോളേജുകളിലും ഭാരതമാതാ, സെൻറ്റ് പോൾസ്. അപ്പം അന്ന് തുടങ്ങിയതാണോ ഈ സെബാസ്റ്റ്യൻ ബന്ധം? ഈ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ടുള്ളൊരു പോരാട്ടവും ജനാധിപത്യ അവകാശത്തിന് ആ മൂവ്മെൻറ്റിൽ സെബാസ്റ്റ്യൻ പോൾ സാറും തമ്പാൻ തോമസ് സാറൊക്കെയാണ് അന്ന് ഉള്ളത്. ഇപ്പോഴത്തെ കുര്യൻ ജോസഫ്, ജസ്റ്റിസ് കുര്യൻ ജോസഫ് വിദ്യാർത്ഥി ജനതാക്കാരനായിരുന്നു. അപ്പോൾ അവരുടെ ഒരു രീതിയിൽ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കാനൊക്കെ എന്നെ സ്വരം ഇത്തിരി നന്നായതുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാൻ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങുമ്പോഴുള്ള സാബു ജോർജിൻ്റെ അനൗൺസ്മെൻറ്റ് ഇപ്പോഴും മറക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മുദ്രാവാക്യം വിളി, അതെ, ചില പ്രത്യേക സന്ദർഭത്തിൽ മുദ്രാവാക്യം വിളിയൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യം. അങ്ങനെയാണ് ആ ബന്ധം എനിക്ക് തോന്നുന്നു സാബു ജോർജ് വിദ്യാർത്ഥി രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ടും ഈ ക്യാമ്പസുകളായിട്ടുള്ള ബന്ധം തുടർന്നു. അതിൻ്റെ ഒരു മാസ്മരികതയാണ് എനിക്കിനി ചോദിക്കാനുള്ളത്. അതായത് ഞാൻ സാബു ജോർജിന് ഇതൊന്നുമായിട്ടല്ല, ഡെപ്യൂട്ടി മേയർ ആയതിന് ശേഷവും അതാണ് രസം. നിങ്ങൾക്ക് പ്രായമൊന്നുമില്ലെന്ന് എനിക്ക് അംശമുണ്ട്. കാരണം ഞാൻ പിന്നീട് കോളേജിൽ വരുമ്പോഴും നിങ്ങൾ കോളേജിലുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ കോളേജിലല്ല, അതായത് ഞാൻ പറയാം സംഭവം, അതും എനിക്കൊണ്ട് എറണാകുളം നഗരത്തിലെ ആളുകൾ അധികം ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമല്ല, പാരലൽ കലോത്സവം. ഇപ്പം ഞങ്ങളുടെ മിക്കവാറും ഇപ്പോൾ ഇന്നാൾ KV മനോജ് പറയണ്ടേ എൻ്റെയും, കാരണം അവരെല്ലാം പാരലൽ കോളേജിൽ പഠിക്കുമ്പോൾ സാബു ജോർജാണ് അതിൻ്റെ പേര്. ഓൾ കേരള പാരലൽ അല്ലേ, AKPS, ഓൾ കേരള പ്രൈവറ്റ് സ്റ്റുഡൻസ്. അതെ, ഭയങ്കര പ്രസിദ്ധം വരുന്ന AKPS. ഞാൻ സാബുവിനോട് പറയാം, ഞാൻ അറിയാലോ ഞാൻ CBSE സ്കൂളിൽ അന്ന് ആ സ്കൂൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രസംഗ മത്സരത്തിന് പോകും, പക്ഷേ സമ്മാനത്തിനൊരു വിലയില്ല. സ്റ്റാലിയൻസ് ഇൻ്റർനാഷണലിൻ്റെയൊക്കെയാണ് ചിലപ്പോൾ ഒരു മൂലയെ കാണും, ഞങ്ങൾക്ക് ഒരു കലോത്സവവും ഇല്ല. അപ്പം ഞാനിങ്ങനെ വിഷമിക്കും, കാരണം ഈ MG യൂണിവേഴ്സിറ്റി കലോത്സവം, സ്കൂൾ കലോത്സവം ഒക്കെ വരുമ്പോൾ അവരുടെയൊക്കെ ഫോട്ടോ ഉണ്ടാവും. അപ്പം ഞാൻ പറയുമായിരുന്നു, നമ്മൾ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ട് നമുക്ക് പുറത്ത് ഇങ്ങനെ മത്സരങ്ങൾക്ക് പോകാനുള്ള പരിമിതിയുണ്ട്. ഇപ്പോൾ CBSE സ്കൂളുകളിലൊക്കെ കലോത്സവങ്ങൾ വന്നു. എന്താണ് ഈ പാരലൽ കലോത്സവം എന്ന് പറഞ്ഞാൽ? സാബു ജോർജ് ഈ റെഗുലർ വിദ്യാർത്ഥി എങ്ങനെയാണ് ഈ പാരലൽ കോളേജിലെ കുട്ടികളുടെ നേതാവായത്? ഭയങ്കര മൂവ്മെൻ്റ് ആയിരുന്നു നിങ്ങളുടെ. അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറേ പേര് KSU നേതാക്കന്മാരും ഒക്കെ സാബു ജോർജിൻ്റെ പിന്നിൽ അണിനിരന്നിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2000 വരെ അല്ലേ, ഈ അങ്ങ് ഡെപ്യൂട്ടി മേയറായിരുന്ന കാലത്തൊക്കെ അതിന് ശേഷവും ഒക്കെ പാരലൽ യൂണിയൻ ഉണ്ട്. അതെങ്ങനെയാണ് പാരലൽ? അതെ, ഈ നഗരത്തിൻ്റെ ഒരു ഭാഗത്ത് അന്ന് നഗരത്തിൽ ഏറ്റവും കൂടുതൽ പാരലൽ കോളേജാണ്. അപ്പോൾ അതിന് 2 തരത്തിലുള്ള ഒരു അവരെ ഒരു വേർതിരിവുണ്ടായിരുന്നു. ഒന്ന് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള യുവജനോത്സവങ്ങളിൽ പാരലൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് യാതൊരുവിധ റോളും ഇല്ല. പക്ഷെ അത് കാണാൻ പോലും ഇവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. അവിടെ കയറ്റൂലായിരുന്നു. അവർ ഐഡൻറ്റിറ്റി കാർഡ് മേടിച്ചിട്ടേ കയറ്റുള്ളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നെ ബസ്സിൻ്റെ കൺസെഷൻ, അത് പാരലൽ കോളേജും റെഗുലർ കോളേജ് വിദ്യാർത്ഥികൾക്ക് 2 തരത്തിലായിരുന്നു. അങ്ങനെ ഈ കച്ചേരിപ്പടിയിൽ എൻ്റെ ഒരു സെൻറ്ററായിരുന്നു. അവിടെ ഓൾ സയൻസ് കോളേജ് അങ്ങനെയുള്ള കുട്ടികളുമായിട്ടൊക്കെ കൂടി അവരെ സംഘടിപ്പിച്ച് ഈ സംഘടന ഉണ്ടാക്കി. സത്യത്തിൽ ഈ സംഘടന വളരെ നേരത്തെ ഉണ്ടായ സംഘടനയാണ്, AKPSU എന്ന് പറഞ്ഞ സംഘടന. പക്ഷേ അങ്ങനെ യുവജനോത്സവം നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി തലത്തിനേക്കാളും മിടുക്കന്മാരും മിടുക്കികളും, നമുക്ക് മാർക്ക് കുറഞ്ഞതിൻ്റെ പേര് റെക്കമെൻഡേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ റെഗുലർ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാത്തത്. എല്ലാ മിടുക്കന്മാരും മിടുക്കികളും ഈ പാരലൽ കോളേജുകളിലുണ്ട്. ഒരു 5000-ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 8-9 ദിവസം നീണ്ടു നിൽക്കുന്ന പാരലൽ കലോത്സവം. അത് എവിടെ നിങ്ങൾ നടത്തി? അത് ടൗൺ ഹാളിൽ ഒരു 5 വെന്യൂ ഉണ്ടാവും നഗരത്തിൽ. അതിൽ കുറേയൊക്കെ ഇതെങ്ങനെ സംഘടിപ്പിച്ച് ഇത്രയും നമ്മളൊരു പാരലൽ, ഞങ്ങൾക്ക് ആദ്യമായിട്ട് MG യൂണിവേഴ്സിറ്റി കിട്ടുമ്പോൾ SFI വലിയൊരു മൂവ്മെൻറ്റ്, SFI MK റോയിന് ഓർമ്മയുണ്ടാവും. അങ്ങ് ഡെപ്യൂട്ടി മേയറായിരിക്കുമ്പോൾ ഞങ്ങൾ അത് പിടിക്കണതും നമ്മൾ രാജീവിനെ പോലെ ഒരു നല്ല മിടുക്കനായ സംഘാടകൻ ഉണ്ടായിട്ട് പോലും ഞങ്ങൾ തലകുത്തി എന്നാണ്. പ്രവീൺ വർഗീസ്, ഇപ്പോഴത്തെ വലിയ വക്കീലായ വർഗീസ്, ഓർമ്മയുണ്ടാവും. അല്ല, ഇതെങ്ങനെ നടത്തി ഇത്ര? അല്ല, അതാണ്. അപ്പോൾ കുട്ടികളുടെ ഒരു വലിയ ആവേശമായിരുന്നു. അവർക്ക് എല്ലാ രീതിയിലുള്ള നല്ല ജഡ്ജ്മെൻറ്റ്, പിന്നെ നമ്മളവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും. പിന്നീട് കുറേ അധികം ആളുകൾ, VM സുധീരൻ, യേശുദാസ്, ജയറാം, മമ്മൂട്ടി, എല്ലാവരും ഇത് ഉദ്ഘാടനം ചെയ്യാൻ വന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ ഈ ഒരു വേർതിരിവ് കണ്ടിട്ട് ആ വിദ്യാർത്ഥികളെ മുഴുവൻ പ്രോത്സാഹിപ്പിച്ച്
എല്ലാ രീതിയിലും അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ വിധത്തിൽ പിന്തുണ കൊടുത്തുകൊണ്ട് അനിലറിയാലേ, ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിലൊക്കെ പറഞ്ഞ കുറേയധികം കലാപ്രതിഭകൾ അല്ല, അതാരൊക്കെയായിരുന്നു ഈ സിനിമ അത് താരങ്ങൾ എന്ന് ഇപ്പോൾ പറഞ്ഞാൽ? പ്രധാനപ്പെട്ട എനിക്കറിയില്ല ആരൊക്കെയാണെന്ന് അതാണ് ശരിക്കും. അല്ല, പ്രധാനപ്പെട്ട ജയസൂര്യ ഇതിൻ്റെ വന്ന കലാപ്രതിഭയാണ്. പിന്നെ റാഫി മെക്കാട്ടിൻ, അത് ശരി. അവർ പിന്നെ സിദ്ദിഖ് ലാലിൻ്റെ ലാല് ഇതിൽ നിന്ന് വന്നതാണ്. ഹരിശ്രീ അശോകൻ, അത് ശരി. ബിന്ദു പണിക്കര്, ഇപ്പോൾ നമ്മുടെ സീനുലാലിൻ്റെ അവർ, പിന്നെ കുറേ ജിസ് ജോയി കഥാകൃത്ത്, പിന്നെ VK പ്രകാശൻ കഥാകൃത്താണ്, പിന്നെ സോനു ശിശുപാലൻ എന്നും പറഞ്ഞൊരു ഛായാഗ്രഹകനുണ്ട്. ഇവരെല്ലാവരും പാരലൽ കോളേജ് രംഗത്ത് നിന്ന് കലാപ്രതിഭകളുണ്ടായി അവരുടേതായ സിനിമാ രംഗത്തേക്ക് വന്ന ആളുകളാണ്. ഇന്നും അവർക്ക് ഈ സംഘടനയോടോ ഒരു കൂട്ടായ്മ ഇടയ്ക്ക് വിളിച്ചാൽ ഇവരെല്ലാവരും വരും. ഇവരെല്ലാവരും ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഓരോ പിന്തുണ പ്രഖ്യാപിച്ച് കൊണ്ട് രംഗത്തുണ്ട്. അപ്പോൾ ഒരു ചെറിയ കാര്യമല്ല, ജയസൂര്യ മുതൽ ഇങ്ങോട്ട് ഒരുപാട് കലാപ്രതിഭകളെ കൂടി അങ്ങ് ശരിക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ പൊതുപ്രവർത്തനത്തിലൂടെ സംഭാവന ചെയ്തു എന്നത് ഞാൻ പറഞ്ഞത്. ഇത് പല കാര്യങ്ങളും എനിക്ക് പോലും അറിയാത്ത, എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ ഈ അന്ന് പാരലൽ കോളേജിലെ കുട്ടികൾക്ക് ഈ മാർക്കൊക്കെ കിട്ടുമ്പോഴത്തേക്കും വലിയ പരസ്യം വരും. അവർ കോളേജ് അല്ല, അങ്ങനെ കോളേജ് ഉണ്ടായി. ഈ ഓൾ സയൻസ് കച്ചേരിപ്പടിയിലുണ്ടായി. പിന്നെ കച്ചേരിപ്പടി തന്നെ വിദ്യാനികേതൻ. ഇതൊക്കെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. റെഗുലർ കോളേജിനേക്കാൾ കൂടുതൽ കുട്ടികൾ പാരലൽ കോളേജിലെ കുട്ടികളായിരുന്നു അന്ന്. അതാണല്ലോ പാരലൽ എന്ന് പറഞ്ഞ ഈ സ്ട്രീമിലായിരുന്നു ഏറ്റവും കൂടുതൽ കുട്ടികളുണ്ടായിരുന്നു. വളരെ വൈബ്രൻ്റായ കുട്ടികളായിരുന്നു. അപ്പോൾ അവരെയൊക്കെ നയിക്കാനുള്ളൊരു അവസരം എന്ന് പറയുന്നത് അത് ഏത് വർഷം വരെ നടന്നു പാരലൽ വിദ്യാർത്ഥികളുടെ കലോത്സവം? 2004-2005 വരെ നടന്നു. 2005 വരെ നടന്നു. 27-28 വർഷക്കാലം യൂത്ത് ഹോസ്റ്റൽ നന്നായിട്ട് നടത്തി. പിന്നീട് വന്നപ്പോൾ പാരലൽ കോളേജ് കുറഞ്ഞല്ലോ. +2 എന്നുള്ള രീതിയിലേക്ക് കോളേജ് സ്കൂളിലേക്ക് വന്നപ്പോൾ ആ പ്രീ ഡിഗ്രി മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കുറഞ്ഞു തുടങ്ങി. ഈ ഇടതുപക്ഷമായിട്ട് സഹകരിക്കുമ്പോൾ തന്നെ സാബു ജോർജിന് സഭയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. പിതാക്കന്മാരായിട്ട് എല്ലാം ഞങ്ങൾ തന്നെ എന്തെങ്കിലും ആരെങ്കിലും കാണണമെങ്കിലൊക്കെ സഭ വഴി പോവുകയൊക്കെ ചെയ്യും. അതെങ്ങനെയാണ് ഇത് രണ്ടും കൂടി നടന്നത്? ഈ വിശ്വാസവും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ കാലിടറാതെ എന്നും പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്നെക്കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. വിശ്വാസം എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളതാണ്. ഞാൻ ശരിക്കും ഒരു കത്തീഡ്രൽ പള്ളിയിൽ അൾത്താര ശുശ്രൂഷകനായിരുന്നു. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ഇത് രണ്ടും ഞാൻ രണ്ടായിട്ട് കണ്ടിരുന്നില്ല. ഇടതുപക്ഷ വിശ്വാസത്തിലും ഒരു ഭക്തി ഉണ്ടെന്ന് കരുതുന്നവനാണ്. അതുകൊണ്ട് തന്നെ പിതാക്കന്മാരോടും വൈദികരോടും പള്ളിയോടും ഒക്കെ ഒന്ന് ചേർന്ന് നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നത്. എൻ്റെ വിശ്വാസത്തിലൊരിക്കലും ഇത് വേർതിരിവുണ്ടായിട്ടില്ല. ആ ബന്ധം അന്ന് മുതൽ ഇന്ന് വരെ സഭയുടെ ഏതെങ്കിലും ഔദ്യോഗികമായ സംഘടനകളിൽ ഭാഗം, പക്ഷെ അല്ലാതെ തന്നെ ഒരു ബന്ധം തുടർന്നു. ഞാൻ KCSL എന്ന് പറഞ്ഞ സഭയുടെ ഒരു വിദ്യാർത്ഥി സംഘടനയുണ്ട്. അതിൻ്റെ വരാപ്പുഴ അതിരൂപത സെക്രട്ടറിയാണ്. ഇപ്പോൾ KLC കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ വരാപ്പുഴ കൗൺസിൽ മെമ്പറാണ്. പിന്നെ ഇപ്പോൾ എലിശോമയുടെ പരിപാടികൾ വന്നപ്പോൾ വാഴ്ത്തപ്പെട്ട പരിപാടി വല്ലാർപാട് അങ്ങനെ എന്തുണ്ടെങ്കിലും മേയറായിരിക്കുമ്പോൾ ഞാൻ അങ്ങാണ് എന്നെ പിടിച്ചിരുത്തുകയൊക്കെ ചെയ്തത്, ക്ഷണിച്ചുകൊണ്ടെന്ന് ഇരുത്തിയതൊക്കെ. അപ്പോൾ ഈ സഭയായിട്ടുള്ള നല്ല ബന്ധം തുടരുമ്പോൾ തന്നെ സഭയുടെ ഒരു പ്രധാന ഭാഗവാക്കാവുമ്പോൾ തന്നെ അങ്ങ് മറ്റ് എല്ലാ സംഘടനകളുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ എറണാകുളം കാര്യഭാഗത്തിനെടുത്താൽ SNDP എടുത്താൽ ഇത് തുടരുകയും ചെയ്തു. അപ്പോൾ ശരിക്കും എറണാകുളം നഗരത്തിന് പറ്റിയ വിധത്തിൽ ഒരു മതനിരപേക്ഷമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അങ്ങേക്ക് തുടരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ ഒരു ഇപ്പം നമ്മളിപ്പോൾ ചിലർ കണക്ഷൻ കുറവായിരിക്കും, പക്ഷെ അങ്ങ് ഇതിൽ ഇൻവോൾവ് ചെയ്ത് നിന്നുകൊണ്ട് തന്നെ എല്ലാവരുമായി നല്ല ബന്ധം സൂക്ഷിക്കാനും കഴിഞ്ഞു. എനിക്ക് വേറൊരു സംശയം തോന്നിയത്, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് താങ്കൾ ഈ ലൂർദ് ഹോസ്പിറ്റലിൻ്റെ PR. ഞാൻ സത്യം പറയട്ടെ സാബു, ഞാൻ ധരിച്ചൊരു കാര്യം ഞാൻ പറയാം. നിങ്ങളിടയ്ക്ക് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ലൂർദ് ഹോസ്പിറ്റലിൻ്റെ PR-ആയിട്ട് ചാർജ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ധരിച്ചത് താങ്കൾ ഒരു മാസത്തിൽ കൂടുതൽ, ഞാൻ വേറൊന്നും തോന്നരുത്, 1 മാസത്തിൽ കൂടുതൽ കാരണം ഇപ്പം താങ്കളുടെ രാഷ്ട്രീയ പ്രവർത്തനം വിശദീകരിക്കുമ്പോൾ ഒരു കസേരയിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നിട്ട് അന്ന് എനിക്ക് വേണം ഉണ്ണികൃഷ്ണ സാബിനോട് ചോദിച്ചു, സാബു ഇങ്ങനെ PR പോയാൽ അവിടെ ചെന്ന് ഇരിക്കുമോ, നോക്കാൻ നമുക്കെന്ന് പറഞ്ഞു. പക്ഷേ താങ്കൾ എനിക്ക് വേണം അത് കുറേ കാലം, ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ അവിടെ ഒരു ഹോസ്പിറ്റൽ ഞാൻ അവിടെ ഒന്ന് കണ്ടിട്ടുണ്ട്, രോഗികളുടെ ഏതോ ഒരാളുടെ കാര്യമായിട്ട് വന്നിട്ടുണ്ട്, അവിടെ പ്രോഗ്രാമുകൾക്ക് വന്നിട്ടുണ്ട്, അത് മേയറായപ്പോൾ. അതിന് മുമ്പേ പല കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ താങ്കൾ ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട് 16-ലെ ഇലക്ഷന് താങ്കൾ എന്നെ കൊണ്ട് അവിടെ മുഴുവനും നടന്ന്. ഇതെങ്ങനെ ആ കസേരയിൽ ഈ ഒരു സ്ഥലത്ത് വന്ന് എനിക്കിപ്പോൾ ഇരിക്കണ കാര്യം ആലോചിച്ചാൽ എനിക്ക് പേടിയാവും. അങ്ങനെ ഇരുന്നു? ഈ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നതിനോടൊപ്പം ഒരു ജോലി വേണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആശുപത്രി തന്നെയാണ് എന്നെ വിളിച്ചത്. എന്നോട് പറഞ്ഞു 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് ഒന്നൊന്നിരിക്കണം,
അത് ഒരു പകരം ഒരാളെ കിട്ടുന്നത് വരെ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ 6 മാസം 8 വർഷം ഇരുന്ന് അതിൽ 8 വർഷം 2014 മുതൽ 22 വരെ ഞാൻ ഇരുന്ന്. അതിലെന്താണ് അനുഭവം? അതിൽ വളരെയധികം അനുഭവങ്ങളുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകൻ തീർച്ചയായും അങ്ങനെ ഒരു സർവീസ് ചെയ്യേണ്ടതാണ്. നമ്മളെന്ന് പറയുന്ന മനുഷ്യൻ വളരെ ചെറുതായി പോകും. ഭയങ്കര കണ്ണുനീരും വേദനയുമാണ് രാവിലെ മുതൽ നമ്മളവിടെ കേൾക്കുന്നത്. ഇല്ലായ്മയുടെ സ്വരമാണ്. അവർക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, കേൾക്കാൻ ഒരാൾ വേണം. മറ്റൊന്ന്, അവർക്ക് എന്തെങ്കിലും ഒരു മറുപടി വേണം. ഇത് രണ്ടും ഞാൻ രാവിലെ 6 മണിക്ക് ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് പോകും പഞ്ച് ചെയ്യാൻ വേണ്ടി. 10 മിനിറ്റ് വൈകിയാൽ എനിക്ക് ആ ദിവസം നഷ്ടപ്പെടും. 6 മണി തൊട്ട് 5 മണി വരെ ഞാൻ അവിടെ ജോലി ചെയ്യുമായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകില്ലായിരുന്നു. കോവിഡ്, പ്രളയം, എല്ലാ സമയത്തും അച്ഛന്മാർ എന്നെ അവിടെ വിശ്വസ്തയോടുകൂടി ഇരുത്തി. വൈദികർ കേൾക്കാൻ അവർക്ക് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അത് കേട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു പരിഹാരം കണ്ടെത്തി അത് ജനങ്ങളുടെ ഇടയിൽ അത് അവർക്ക് അവരുടെ ഒരു സാബുവാണ് അവിടെ ഇരിക്കുന്നതെന്നുള്ള രീതിയിലേക്ക് ഒരു വിശ്വാസത്തോടു കൂടി ഒരു നല്ല സർവീസ് ചെയ്യാൻ 8 വർഷം എനിക്ക് സാധിച്ചു. ഇന്നും ഞാൻ എൻ്റെ മനസ്സിൽ പതിപ്പിച്ചിട്ടുള്ളൊരു അടയാളമാണ് ലൂർദിലെ PRO ജോലി. എനിക്ക് തോന്നുന്നു കേരളത്തിലൊരു പൊതുപ്രവർത്തകൻ, അന്ന് ഞാൻ എൻ്റെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റാണ്. എനിക്ക് ആദ്യത്തിൽ ഒരു ഓണററിയൊക്കെ അവർ തന്നിരുന്നു. പിന്നീട് എനിക്ക് നല്ല രീതിയിൽ തന്നിരുന്നു. ഞാൻ ഒരു കാര്യം മാത്രമേ അവരോട് പറഞ്ഞുള്ളൂ, എൻ്റെ മുണ്ട് മാറ്റി പാൻറ്റ് മുണ്ടുടുത്ത ആദ്യത്തെ PRO. ശരിയാ, എല്ലാ ആശുപത്രിയിലും PRO പാൻറ്റ് ഇടണം. മുണ്ടുടുത്ത് അത് എന്തെങ്കിലും എനിക്ക് സംശയം വന്നാൽ അതിനൊരു ബില്ലിൽ കുറയ്ക്കാനോ, പിതാവാണല്ലോ അതിൻ്റെ ചെയർമാൻ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വാത്സല്യത്തോടു കൂടി ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് സമയത്താണ്. കോവിഡ് സമയത്തൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മരിച്ചുപോയവരുടെ ബോഡികൾ സത്യത്തിൽ അവർക്ക് മറ്റുള്ളവർക്ക് ആർക്കും സ്പർശിക്കാൻ പറ്റില്ലല്ലോ. അച്ഛന്മാർ എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. പല വൈദികരുടെ അമ്മമാരെ അപ്പച്ചന്മാരെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആംബുലൻസിൽ കയറ്റുന്നത് എൻ്റെ ഈ കൈ കൊണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ഇതോടുകൂടി പറയരുത്, എനിക്ക് കോവിഡ് വന്നില്ല. അത് ആ മുറിയിൽ ഇരുന്നു കൊണ്ട് ചെയ്ത എന്തോ ഗുണം കൊണ്ട്. സാനുമാഷിനടക്കം കോവിഡ് വന്നപ്പോൾ അവിടെയാണ് കൊണ്ടുവന്ന് കിടത്തിയ ഭാര്യനെ. അവർ 2 പേരെ വരെ ശുശ്രൂഷിക്കാൻ എനിക്ക് കിട്ടി. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ് ഇപ്പോൾ എറണാകുളത്ത് മത്സരിക്കാൻ കിട്ടിയ. അല്ല, അത് താങ്കൾ അതിന് മുമ്പേ ഞാൻ പറഞ്ഞു താങ്കൾ ജയിക്കേണ്ടതാണ്. ശരിക്കും ഈ ഒരു താങ്കൾ ചെയ്ത വ്യത്യസ്തമായ മേഖല എനിക്കൊന്ന് നമുക്ക് ആർക്കും പറയാനില്ലാത്ത കാര്യങ്ങളാണ്. വിദ്യാർത്ഥി ആയിരിക്കുക, UUC ആവുക, ജനതാദളിൻ്റെ ഭാഗമായി എന്താ പറയുക സർവകലാശാലയുടെ എക്സിക്യൂട്ടീവിൽ വരിക, പിന്നെ പാരൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുക, ഡെപ്യൂട്ടി മേയർ ആവുക, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കൊച്ചി ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല വികസന പ്രവർത്തനം നടത്തുക. സ്വയം ആലോചിച്ച് നോക്കിയ സഭയുമായിട്ടുള്ള വലിയ ബന്ധം, മറ്റ് സംഘടനകളുമായിട്ടുള്ള ബന്ധം. ശരിക്കും സാബുവിൻ്റെ ഒരു ചരിത്രം എനിക്ക് തോന്നുന്നു എനിക്കും പല കാര്യങ്ങളും കലാകാരന്മാരെ സംഭാവന ചെയ്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ പണ്ട് VCR നമ്മൾ അടിക്കുക എന്ന് പറയില്ലേ. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശ്രീ സാബു ജോർജിനെ കൊണ്ട് നമ്മൾ അഭിമുഖമല്ല നടന്നത്, നമ്മൾ തമ്മിലുള്ളൊരു സംഭാഷണം. സാബു ജോർജ് എന്ന വ്യക്തിയെ അനാവരണം ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമായ മേഖലകളിലൂടെ പോയി അവസാനം ജീവകാരുണ്യത്തിൻ്റെ ഒന്നായി ഈ ലൂർദ് ഹോസ്പിറ്റലിലെ സേവനം, കോവിഡ് കാലത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു. ഞാൻ കേട്ടിട്ടുണ്ട് ക്യാൻസർ ഹോസ്പിറ്റലിൽ നമ്മുടെ ജനറൽ ആശുപത്രി കയറിയാൽ നമ്മുടെ മുഴുവൻ അഹങ്കാരവും അതോടുകൂടി അവസാനിക്കും. കാരണം എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മുടെ തന്നെ ജീവിതത്തിൽ വരുന്ന തിരിച്ചടികൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അപ്പോഴാണല്ലോ നമ്മൾ അറിയാതെ നമ്മുടെ അധികാരമോഹം, നമ്മുടെ പണസമ്പാദനം, വ്യക്തിക്കുള്ള എല്ലാ ദൗർബല്യങ്ങളും ഇല്ലാതായി ഉരുകിപ്പോകുന്നത് നമ്മുടെ ദുരന്തങ്ങളുടെ ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴുള്ള മനുഷ്യൻ അത്തരം കാര്യങ്ങളെ തിരിഞ്ഞ് കാണുന്നതും പലപ്പോഴും പലരും ദൈവവിശ്വാസത്തിൻ്റെ മേഖലയിലേക്കൊക്കെ കിടക്കുന്നത് ചില പ്രത്യേക സന്ദർഭങ്ങളിലാണ്. അപ്പം അത് ആ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്തു എന്ന് പറയുന്നത് 8 കൊല്ലം ഇരുന്നെന്ന് എനിക്ക് തന്നെ ഇപ്പം അങ്ങ് പറഞ്ഞപ്പോഴാണ് 8 കൊല്ലം. അതും സഭയുടെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ നഴ്സുമാർ, ഡോക്ടർമാർ, ജീവനക്കാർ, സഭ, അല്ലേ, ഇങ്ങനെ പല താല്പര്യങ്ങളുടെ ഇടയിൽ നിന്നിട്ട് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഒട്ടും ഒരു ചെറിയ കാര്യമല്ല. അതെനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണഗതിയിൽ ഒരു മന്ത്രിയോ ഒരു ഭരണാധികാരിയോ ആകുന്നത് പോലെ തന്നെയാണ് ഒരു ആശുപത്രി നടത്തിക്കൊണ്ടു പോവുക എന്ന്. പ്രത്യേകിച്ച് ലൂർദ് എന്ന് പറയുമ്പോൾ സാധാരണക്കാർ ഒരുപാട് ആശ്രയിക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്നൊരു പടുതല മേഖല. ഞങ്ങൾ പണ്ട് ലൂർദ് ഹോസ്പിറ്റലായിരുന്നു ഞങ്ങൾ ആദ്യം വരിക. കാരണം ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് റെയിലിൻ്റെ അതിലെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് വരാവുന്നൊരു ഹോസ്പിറ്റൽ അതായിരുന്നു. എന്ത് തോന്നുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ? ഈ തെരഞ്ഞെടുപ്പ് മത്സരം അവിടെ നിൽക്കട്ടെ, പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ സാധാരണഗതിയിൽ ഇന്നത്തെ തലമുറയിലെ ആളുകൾ
എന്തിനാണെന്ന് തോന്നും. ഇപ്പോൾ താങ്കളുടെ ജീവിതം നോക്കിയാൽ ഭക്ഷണമില്ലാതെ ദിവസങ്ങളുണ്ടായി കാണും, പണം കണ്ടെത്താൻ പ്രയാസം, എന്ത് മുമ്പോട്ട് എങ്ങനെ പോകും എന്നാലോചിച്ചിട്ടുണ്ടാകും. പക്ഷേ സംഭവബഹുലമായ ഈ കാലത്തിനിടയിൽ കൊച്ചി നഗരത്തിൻ്റെ ഡെപ്യൂട്ടി മേയറായി ഞാനീ പറഞ്ഞ പല കാര്യങ്ങളിലും അങ്ങ് എത്തി. ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എന്ത് തോന്നുന്നു ഈ പൊതുപ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ? ഞാൻ ഒരു കാര്യം കൂടി അടയാളപ്പെടുത്താതെ, ഞാൻ 9 വീട് വാടകയ്ക്ക് മാറിയിട്ടുണ്ടെന്നില്ലേ. 9, എനിക്ക് സ്വന്തം വീടും സ്ഥലവും ഉണ്ടായിരുന്നില്ല. 9 വീട് വാടകയ്ക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം AP എന്നെ വിളിച്ച് ചോദിച്ച്, ഈ ഡെപ്യൂട്ടി മേയറിൻ്റെ ഡയറിയിൽ എല്ലാ വർഷവും ഈ അഡ്രസ്സ് മാറുന്നത് നിൻ്റെ അഡ്രസ്സാണ്, എന്താ നിനക്ക് സ്വന്തം വീടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല AP ഇത്. അപ്പോൾ അങ്ങനെ AP പറഞ്ഞു, ഇനി നീ വീടില്ലാതെ നിൽക്കരുത്, എവിടെയെങ്കിലും ഒരു വീട്. അങ്ങനെ 9 വീട് വാടകയ്ക്ക് മാറിയിട്ടാണ് ഞാനൊരു സ്വന്തം വീട് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നന്നായിട്ടറിയാം. ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് പൊതുപ്രവർത്തനവും എൻ്റെ സ്വന്തം ജോലിയും നടത്തിയത്. കാര്യം ഇല്ലാത്തവൻ്റെ വേദന ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ. അതിനെനിക്കൊരു ശക്തി എൻ്റെ അമ്മയായിരുന്നു. അമ്മച്ചി വരുന്നവരോടൊക്കെ പറയും, എൻ്റെ മോനെ ഒന്ന് നോക്കണം. അതുകൊണ്ട് തന്നെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ആ ഉത്തരവാദിത്തം ഭംഗിയായിട്ട് നിർവഹിച്ചാൽ മാത്രമേ അടുത്തൊരു ഉത്തരവാദിത്തം നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ലൂർദ് ആശുപത്രിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് കിൻഫ്രയുടെ ചെയർമാനായിട്ടാണ്, KPIP. അവിടെ നിന്ന് എനിക്ക് എല്ലാവരുടെയും അച്ഛന്മാരുടെയും ഒരു ബിഗ് സല്യൂട്ടോട് കൂടിയാണ് ഇറങ്ങാൻ സാധിച്ചത്. അപ്പോൾ ഓരോ നമ്മൾ ഉത്തരവാദിത്വവും അതിൻ്റേതായ തന്മയത്വത്തോടു കൂടി നിറവേറ്റി എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇല്ലായ്മയും വല്ലായ്മയും നന്നായിട്ട് അനുഭവിച്ചതുകൊണ്ട് അതിൻ്റെ എല്ലാ ഒരു ഭാഗവും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ സാബു ഇപ്പോൾ വളരെ വൈകാരികമായി പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരു എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഫ്ലാറ്റൊക്കെ പണിതു കൊച്ചിയിൽ, അതൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴും നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി നമുക്ക് സ്വന്തം അനുഭവങ്ങളില്ലല്ലോ. ഞാൻ ജനിച്ചു വളർന്ന് തന്നെ സ്വന്തം വീട്ടിലും, സാബുവിനറിയാം, അങ്ങനെ പ്രയാസങ്ങളൊന്നും ഇല്ലാത്തൊരു വീട്ടിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ പക്ഷേ എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിലൂടെയാണ് ജീവിത യാഥാർത്ഥ്യങ്ങൾ കാണുന്നത്. സ്കൂളിലൊന്നും നമ്മൾ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളൊന്നുമില്ല, എല്ലാം നനുത്ത യാഥാർത്ഥ്യങ്ങൾ മാത്രമുണ്ട്. അപ്പോൾ ഞാൻ ഇത് സാബു ഇപ്പോൾ വളരെ വൈകാരികമായി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത്, ഈ ലൈഫ് പദ്ധതിയിൽ ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ പടം, പിന്നെ ഒരു ഇങ്ങനെ കിട്ടിയ വീടാണെന്നും പറഞ്ഞ് അതിനെ അടയാളപ്പെടുത്തണമെന്ന് പറഞ്ഞൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നും പിൻവാങ്ങാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു. നമുക്ക് ആ പൈസ വേണ്ടെന്ന് തീരുമാനിച്ചു. ചെറിയ പൈസയാണ്, 50,000 രൂപ. അപ്പോൾ അത് ലൈഫും കൂടി എന്നെ ഇങ്ങനെ പ്രഷറൈസ് ചെയ്യാൻ തുടങ്ങി. മേയർ ഇവരുടെ നമ്മൾ ജോലിക്ക് വെച്ചേക്കുന്ന ഓരോ സ്റ്റാഫുണ്ട്. അപ്പോൾ അവരെല്ലാവരും വന്ന് പറയും, ഞാൻ മേയർമാരുടെ പ്രസിഡൻറ്റുമാണല്ലോ, അപ്പോൾ നിങ്ങളൊന്ന് സംസാരിക്കണം, സാറൊന്ന് സംസാരിക്കണം. ഞാനങ്ങനെ മിനിസ്റ്റർ MP രാജേഷുമായിട്ടൊക്കെ സമ്മർദ്ദം ചെലുത്തി CMൻ്റെ അടുത്ത് ഇത് തുടരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇപ്പം താങ്കളിതിങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാം, നമ്മളത് ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ പിണറായി ഭയങ്കര നിശ്ചയദാർഢ്യത്തിലായിരുന്നു. നിങ്ങൾ ആര് പറഞ്ഞാലും, എന്നോട് രാഷ്ട്രീയ MBR പറഞ്ഞു, മേയറോട് പറഞ്ഞേക്ക്, നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും വീടില്ലാത്തവൻ്റെ പ്രയാസം മനസ്സിലാവുള്ളൂ. അത് അവന് കിട്ടുന്ന വീട് അത് സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണെങ്കിലും അതിൻ്റെ മുമ്പിൽ അത് ആരോ ദാനം തന്നതാണെന്ന് എഴുതി വയ്ക്കാൻ പറ്റില്ല. കേട്ടിട്ടില്ലേ സാബു? അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും അത് ആവർത്തിച്ചു. തീർച്ചയായിട്ടും. അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ജീവിച്ചു വന്ന സാഹചര്യങ്ങളുടെ ഭാഗം. ഇപ്പോൾ സാബു ഒരു ഭരണാധികാരിയാണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചിലപ്പോൾ ചെയ്യും, കാരണം എനിക്കതിൻ്റെ പ്രയാസം കണ്ടു നിന്ന അനുഭവം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ സാബു ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ മാനസികമായി ഒരുപാട് പ്രയാസം തോന്നി. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ സ്വന്തമായി വീടില്ലാതിരുന്ന ഒരാൾ ജോലിയും ചെയ്തല്ലോ, എന്നിട്ട് വന്ന പ്രയാസം AP ചോദിച്ചത്, APയുടെ വീട് മാരുതിയിലെ നമ്മളിവിടെ ചോദിക്കുന്ന ആൾ ഒരു പ്രശ്നമുണ്ടോ? ഞാനത് വേറൊന്നുമല്ല, അറിയാലോ, AP സ്വന്തമായിട്ടൊന്നുമില്ലാത്ത മാരുതിയിലെ ഒരു AP ആരാണെന്ന് ചിലപ്പോൾ ഇത് കേൾക്കുന്ന പലർക്കും അറിയാൻ പറ്റാത്തതുകൊണ്ട് പറയാം. മാരുതിയുടെ ഒരു മുറിയിൽ താമസിച്ച ഒരാൾ, അദ്ദേഹത്തിന് അതിൻ്റെ പ്രയാസം അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം സാബുവിനോട് ഇങ്ങനെ. എന്നിട്ട് അങ്ങനെയാണോ വെച്ചത്? അങ്ങനെയാണ് വീട് കിട്ടി. 4 സെൻറ്റ് വീട് സ്ഥലം വൈഫിൻ്റെ വാങ്ങിച്ച് കിട്ടി, വീട് വെച്ചു. അങ്ങനെയാണ് സ്വന്തമായിട്ട് വീട്ടിൽ താമസിക്കാൻ തുടങ്ങുന്നത്. നീ വീട് വെക്കണം, അതിനും AP ഒരു കാരണക്കാരൻ, വീട് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വെറുതെ അല്ല, അങ്ങയുടെ മാതാപിതാക്കളെ പോലെ തന്നെ അങ്ങ് APയുടെ ഒരു ചിത്രം കൂടി അവിടെ വയ്ക്കുന്നത് അല്ലേ? മനസ്സിലും ജീവിതത്തിലും ഇങ്ങനെ പല നിർണായകമായ ഏടുകൾ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ഫ്ലോ ഇടയ്ക്ക് അങ്ങേക്കൊരു വിഷമം വന്നപ്പോൾ ആ ഫ്ലോ പോയി. ഞാൻ ചോദിക്കണത്, ആ സംതൃപ്തമായ പൊതുജീവിതം തന്നെയാണ്. അത് തന്നെ സംതൃപ്തമായ പൊതുജീവിതത്തിലൂടെ തന്നെയാണ് മുന്നോട്ട്. ഞാൻ പറഞ്ഞത് ഓരോ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിറവേറ്റിയത് കൊണ്ടുള്ള ഒരു സംതൃപ്തി ജീവിതത്തിൽ ഈ കാലയളവ് വരെ എനിക്കുണ്ട്. ചുരുക്കി പറഞ്ഞ എല്ലാ ജീവിത വിജയത്തിലും ആളുകൾ പറയുന്ന പോലെ
പ്രയാസങ്ങളായിരിക്കും കൂടുതലെന്ന് പറയുന്നത് പോലെ പ്രയാസപ്പെട്ടവന് മാത്രമേ പിന്നീട് വിജയത്തിൻ്റെ ഒരു മധുരം നുണയാൻ കഴിയുള്ളൂ എന്ന ആ ശരിയായ വാക്യമാണ് ഇവിടെ സാബു പറഞ്ഞത്. നിങ്ങളുടെ ദൈവവിശ്വാസത്തിൽ ഇത്തരം ഒരുപാട് നല്ല പാഠങ്ങൾ നിങ്ങൾക്ക് കുട്ടിക്കാലം മുതൽ കിട്ടുന്നുണ്ടാകാം. സാബുവിൻ്റെ എനിക്ക് തോന്നിയൊരു കാര്യം, അങ്ങയുടെ ഇങ്ങനെ നമ്മൾ തമ്മിൽ സംസാരിച്ചിരുന്നപ്പോൾ അങ്ങ് പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് പലതും അതിൽ നിന്ന് പഠിക്കാനുണ്ട്, കേൾക്കുന്ന ആളുകൾക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് സംസാരിച്ച് നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. ഒരു സ്ഥാനാർത്ഥിയുടെ സമയം, ഞാനതിൻ്റെ ഒരു സംഘാടകനാണ് എറണാകുളം ഉൾപ്പെടെ മണ്ഡലങ്ങളിൽ. പക്ഷേ എന്നേക്കാൾ കൂടുതലൊരു സ്ഥാനാർത്ഥിയുടെ സമയത്തിന് ഒരുപാട് വിലയുള്ളൊരു സമയമാണ്. ആ സമയം അങ്ങ് എനിക്ക് വേണ്ടി കുറേ നേരം ഇവിടെ ഇരുന്നു. മനോഹരമായി നമ്മൾ കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. ഞാനിങ്ങനെ ഓർക്കുന്നത്, ഞാൻ പുന്നയ്ക്ക് അമ്പലത്തിൽ പോയിരുന്ന് ഞാൻ ആദ്യമായിട്ട് ഒരാളോട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണത്. ഞങ്ങളുടെ പുന്നയ്ക്ക് അമ്പലത്തിൽ ഞാൻ അവിടെ ചെന്ന് നമ്മുടെ മുതിർന്ന ആളുകളായിട്ടല്ല, പലരെയും സാബുവിനറിയാം, അവിടെ വന്നിരുന്ന് വൈകുന്നേരം വന്നിരുന്ന് വർത്തമാനം പറയണ പോലെ തന്നെ ജീവിതത്തെക്കുറിച്ച് ആ സംഭാഷണങ്ങളിലാണ് ഞാൻ പലതും പഠിച്ചത്. എന്താണ് ജീവിതം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ നിന്ന് കാണാത്ത കാര്യങ്ങളാണ് പൊതുപ്രവർത്തനം കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീ സാബു ജോർജ് ഒരുപാട് നന്ദി. എൻ്റെ ഒരു പക്ഷേ ആദ്യത്തെ സംഭാഷണം അങ്ങയോടാണ്. അത് എന്നെ സംബന്ധിച്ചും ഒട്ടും നഷ്ടപ്പെടാതെ പോയ നിമിഷങ്ങളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ മധുരതരമായ അങ്ങയുടെ പുഞ്ചിരി പോലെ, അങ്ങയുടെ വിനയം പോലെ, അങ്ങയുടെ വ്യക്തിത്വം പോലെ തന്നെ വളരെ നൈർമല്യമുള്ള, വളരെ ലളിതമായ, മറ്റാർഭാടങ്ങളില്ലാത്ത, വളച്ചുകെട്ടില്ലാത്ത, നേരിട്ടുള്ള ഒരു സംഭാഷണമാണ് താങ്കൾ ഞാനായിട്ട് നടത്തിയത്. സംസാരിക്കണം എന്ന ഒരു കല, സംഭാഷണത്തിൻ്റെ കല മനോഹരമായി, സത്യത്തിൽ ആസ്വാദ്യകരമായി ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞതിലുള്ള നന്ദി ഞാൻ ശ്രീ സാബു ജോർജിനോട് പ്രത്യേകം രേഖപ്പെടുത്തുന്നു. അങ്ങേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിജയാശംസകളും ഉണ്ടാവട്ടെ. അങ്ങ് ആരാണെന്ന് അറിയുന്ന ഒരു വോട്ടർ എറണാകുളം മണ്ഡലത്തിൽ അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് ക്യൂ നിൽക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ്, സത്യത്തിൽ ഈ താങ്കളുടെ സംഭാഷണം മുഴുവൻ കേട്ടൊരാൾ പോളിംഗ് ബൂത്തിൽ പോയാൽ അദ്ദേഹം പാർട്ടിയോ മുന്നണിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ അങ്ങേക്ക് തന്നെ വോട്ട് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ വിജയാശംസകളും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഈ സ്ഥാനാർത്ഥിയായിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അസുലഭമായ ഒരു ഇതായിട്ട് ഞാൻ കണക്കാക്കുന്ന അനിലുമായിട്ടുള്ള കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളാണ്. ഈ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളോട് ഞാൻ പറയാറുണ്ട്, അനിൽ ഇലക്ഷന് മത്സരിച്ചപ്പോൾ പ്രാർത്ഥന നമ്മൾ എല്ലായിടത്തും പ്രാർത്ഥിക്കും, പക്ഷേ ഞാൻ അനിൽ മേയറാകണം, അനിൽ ഡിവിഷനിൽ നിന്ന് ജയിക്കും, കൊച്ചിയാകുന്ന ഒരു മേയറായിരിക്കും എന്നുള്ള ഒരു വളരെ എൻ്റെ മക്കളെപ്പോഴും എവിടെ വെച്ച് കണ്ടാലും ഓടി വരും അനിലിൻ്റെ അടുത്ത്. അതുപോലെ ആഗ്രഹിച്ച അനിലുമായിട്ട് എനിക്ക് ഇത്ര നേരം സംസാരിക്കാൻ സാധിച്ചതിൽ എൻ്റെ മനസ്സ് ഇതുവരെ ആരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അനിൽ ചോദിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഒരു സന്തോഷം തോന്നി. എൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലക്കാരനാണ് അങ്ങ്. തീർച്ചയായും എൻ്റെ കൂടെ അങ്ങ് ഉണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വിജയം നമ്മുടേതായിരിക്കും. താങ്ക് യു. നമസ്കാരം.